നമസ്കാരം ഭരിത. നമസ്കാരം. ഭരിത പ്രതാപ്. ഭരിത എന്നെ ഞാൻ ഇന്നലെ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് വിളിച്ചപ്പോൾ എന്തായിരുന്നു ഒരു മറുപടി പറഞ്ഞത്? അങ്ങനെയൊന്നുമില്ല. അല്ല, അവിടുന്ന് ഒരു മറുപടി ഉണ്ടായിരുന്നു. അതൊക്കെ വേണം ചേട്ടാ, ചോദിച്ചു അല്ലേ? എന്തായാലും എനിക്കത് വേണമെന്ന് തോന്നി. അപ്പോൾ ആ തോന്നൽ കൊണ്ടാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ വന്നു, അച്ഛനും മകളും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ വന്നു. ഇത് എങ്ങനെയാണ് ഈ ഫോട്ടോഗ്രാഫി രംഗത്തേക്കുള്ള ഒരു തുടക്കം എങ്ങനെയായിരുന്നു? ഞാൻ ഇപ്പോൾ അറിഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിയായിരിക്കുമ്പോൾ ട്രൈപോഡുമ്മ പിടിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയായിരുന്നു ആ തുടക്കം? ഓർമ്മകളിൽ എങ്ങനെ? അതായത് എൻ്റെ അച്ഛൻ ഫോട്ടോഗ്രാഫറാണ്, പ്രതാപ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരുമാതിരി എല്ലാവർക്കും അറിയാം. അപ്പോൾ ആളുടെ ഒരു ഫോട്ടോഗ്രാഫി കാലഘട്ടം ഒരു മൊണോപ്പൊളി ആയിരുന്നു. അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും പ്രശസ്തിയായിട്ട് അല്ലെങ്കിൽ ഒരുപാട് വർക്കുകൾ എടുത്തുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അച്ഛനെ കണ്ടു വളർന്നപ്പോൾ, ക്യാമറകൾ കണ്ടു വളർന്നപ്പോൾ എനിക്ക് അതിനോട് തന്നെയാണ് എൻ്റെ ഉള്ളിലൊരു അഭിനിവേശം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ ഇതിനു മുൻപ് ഞാൻ 8-ലോ 9-ലോ പഠിക്കുമ്പോൾ രാജുവേട്ടൻ തന്നെ എന്നെ ഒരു ഇൻ്റർവ്യൂ എടുക്കുകയും അതൊരു ഫീച്ചറായിട്ട് അന്ന് പത്രത്തിൽ വരികയും ആദ്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് ആ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ജേർണലിസമാണ് പഠിക്കേണ്ടത്, അതുപോലെ പാഷൻ എൻ്റെ ഫോട്ടോഗ്രാഫിയാണ്, അത് ഞാൻ എന്നും കാത്തു സൂക്ഷിക്കുന്ന അന്ന് ഞാൻ പറഞ്ഞിരുന്നു. തീർച്ചയായും ഞാൻ ഓർക്കുന്നുണ്ട്. അതെ, അതന്ന് മുതലേ നമ്മൾ ഈ ഫോട്ടോഗ്രാഫി ചെറുതിലേ കണ്ടു വളർന്നതാണ്. അപ്പം അതിനോടുള്ള ഒരു പ്രത്യേക ഇഷ്ടം എൻ്റെ മനസ്സിൽ ഞാൻ കൊണ്ടുനടന്നിട്ടുണ്ടായിരുന്നു. അതങ്ങനെ ഫോളോ ചെയ്യാനാണ് അന്നും ഇഷ്ടപ്പെട്ടിരുന്നത്. അതേപോലെ തന്നെ എൻ്റെ കരിയറായാലും ജേർണലിസം ഫീൽഡും അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫിയും രണ്ടും ഒന്നിച്ച് കൊണ്ടുപോയിട്ടുള്ളൊരു ലൈഫ് തന്നെയാണ് ഇപ്പോഴും എൻ്റെ കൂടെ ഉള്ളത്. വളരെ സന്തോഷമാണ്. അപ്പം അച്ഛനിൽ നിന്നാണ് ഞാൻ എല്ലാം പഠിച്ചത്. ഇപ്പോൾ ആ ഫോട്ടോയുടെ കാര്യം പറഞ്ഞില്ലേ, അതൊരു ഒരു വയസ്സിന് അപ്പുറത്തുള്ളൊരു പ്രായത്ത് അച്ഛൻ്റെ ഒരു ക്യാമറ ട്രൈപോഡിൽ ഞാൻ പിടിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോ. എനിക്ക് തോന്നുന്നു അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ആ കലാജ സ്റ്റുഡിയോയുടെ ഒരു പരസ്യം കംപ്ലീറ്റ്ലി എൻ്റെ ഒരു പിക്കായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് അതിലേക്ക് കടന്നു വന്നത്. ഇപ്പോഴാണെങ്കിലും വർക്ക് എടുക്കുമ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ചേച്ചി ഈ ഫീൽഡിലേക്ക് എത്തിയത്, എങ്ങനെയാണ് നിങ്ങൾ ക്യാമറയിലേക്കുള്ളൊരു ഇൻട്രസ്റ്റ് എങ്ങനെയാണ് വന്നതെന്ന്. അപ്പോൾ അച്ഛനിൽ നിന്നാണ് ഞാൻ ഈ ഫോട്ടോഗ്രാഫി പഠിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഒരുപാട് കോഴ്സുകൾ കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ റിയൽ എക്സ്പീരിയൻസ് ആണല്ലോ, അതാണ് നമ്മുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടുള്ള കോഴ്സുകളായിരിക്കും. അതെ, സർട്ടിഫിക്കറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കോഴ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് ഫോട്ടോഗ്രാഫി നമ്മൾ മനസ്സിലേക്ക് എടുത്തത് ആ ചെറുപ്പകാലം മുതലേ തന്നെയാണ്. അമ്മ എങ്ങനെയായിരുന്നു ഇതിലൊരു സപ്പോർട്ട്? കാരണം അച്ഛനെ സഹായിക്കാൻ എന്നൊരു ഇതിൽ അങ്ങനെയല്ലേ ഒരു തുടക്കം, അച്ഛനെ സഹായിക്കാൻ ഒന്ന് ഭരിതയെ പോയി ഒന്ന് അച്ഛനെ സഹായിക്കൂ അങ്ങനെയുള്ളൊരു വാശിയൊക്കെ പിടിച്ചിട്ടാണോ പോയത്? അന്ന് പണ്ട് കാലത്ത് എനിക്ക് തോന്നുന്നു 2 പെൺമക്കളാണ് ഞങ്ങളുടെ വീട്ടിൽ, ഞാനും എൻ്റെ അനിയത്തിയാണ്. അപ്പോൾ 2 പെൺമക്കൾ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അച്ഛൻ ഈ ഒരു ഫീൽഡിൽ ഇറങ്ങുമ്പോൾ അച്ഛനെ സഹായിക്കാൻ ആരും ഇല്ലല്ലോ എന്നുള്ള അമ്മയുടെ ചില സങ്കടങ്ങൾ പലപ്പോഴും നമ്മളിങ്ങനെ കാതിൽ കേൾക്കും. അപ്പോൾ അത് കേൾക്കുമ്പോൾ അമ്മ എന്തിനാ വിഷമിക്കണം, ഞാൻ പോയപ്പോൾ നിന്നെ ഇങ്ങനെ വിടുക, ഒരു പെൺകുട്ടിയല്ലേ, അതിനിപ്പോൾ എന്താ കുഴപ്പം, ഞാൻ പോയാൽ എന്താ പ്രശ്നം? അപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ ഞാൻ അച്ഛൻ്റെ കൂടെ വരാം, എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ അച്ഛനാണ് എന്നെ നീ പോരേ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ആദ്യ കാലങ്ങളിൽ അച്ഛൻ വെഡിങ് ഫോട്ടോഗ്രാഫിക്ക് അല്ലെങ്കിൽ ഔട്ട്ഡോർ ഷൂട്ടുകൾ ഒക്കെ എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഹെൽപ്പറായിട്ട് ഞാൻ അച്ഛനെ ഹെൽപ്പ് ചെയ്യാൻ, ഒന്നല്ലെങ്കിൽ ബാഗ് പിടിക്കാൻ അല്ലെങ്കിൽ ലൈറ്റ് ഹെൽപ്പ് ചെയ്യാൻ, സ്റ്റാൻഡ് ഒന്ന് എടുത്ത് വയ്ക്കാൻ, ക്യാമറ ഒന്ന് ഹാൻഡിൽ ചെയ്യാനായിട്ട് വേണ്ടിയിട്ടൊരു ഹെൽപ്പിന് ആ രീതിയിലാണ് ഞാൻ അച്ഛൻ്റെ കൂടെ അന്ന് കാലത്ത് പോയത്. അപ്പോഴും എല്ലാവരും ഇതിനൊന്ന് ആക്സെപ്റ്റ് ചെയ്ത ആളുകൾ വളരെ കുറവായിരുന്നു. പക്ഷെ എന്നാൽ കൂടി ഞാൻ ഓക്കെയാണ്, അച്ഛനും ഓക്കെയാണ്. എന്നാൽ പിന്നെ നമുക്ക് ആ ഒരു ഫീൽഡിലേക്ക് പതുക്കെ ഹെൽപ്പ് ചെയ്യാൻ ഇറങ്ങാമെന്നുള്ള ഇതിൽ വന്നു. പിന്നെ കൂടെ നമ്മൾ ക്യാമറ എടുത്തു തുടങ്ങി, അതിനോടൊരു ഇഷ്ടമായി തുടങ്ങി, സ്വന്തമായിട്ട് അച്ഛൻ്റെ കൂടെ വർക്കുകൾ എടുത്തു തുടങ്ങി. അങ്ങനെ പിന്നെ അത് മുന്നോട്ട് പോയി. ഞാൻ ഈ ഭരിതയുടെ വളർച്ച അങ്ങനെ ഓരോ ഘട്ടത്തിലും കുട്ടിയായിരിക്കുമ്പോൾ തുടങ്ങി ഓരോ ഘട്ടത്തിലിങ്ങനെ കണ്ട ഒരാളെന്ന നിലയ്ക്ക് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒക്കെ ഇങ്ങനെ പുറത്ത് പോയി ഫോട്ടോ എടുക്കുന്ന ഒരു ഘട്ടത്തിലേക്കൊക്കെ എത്തി. അപ്പോൾ അന്നൊക്കെ പെൺകുട്ടികൾ അങ്ങനെ ഫോട്ടോ എടുക്കുക, ക്യാമറ തൂക്കി പോകുക എന്നൊക്കെ വളരെ അപൂർവമായിരുന്നു. അന്ന് എന്താണ് തോന്നിയത്? അന്ന് എനിക്ക് തോന്നുന്നു 8-ലൊക്കെ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഞങ്ങളുടെ റിലേറ്റീവ് തന്നെ ഒരാളുടെ കല്യാണ സമയത്ത് അച്ഛനോട് ഞാൻ പറഞ്ഞു ഈ ഫോട്ടോ ആ വെഡ്ഡിങ് വർക്ക് ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു പിന്നെ എന്താ എടുത്തോ, അപ്പോൾ സ്റ്റുഡിയോയിൽ വേറെ ക്യാമറകൾ ഉണ്ടല്ലോ. അന്ന് എനിക്ക് തോന്നുന്നു ഒരു സൺഡേ തന്നെ 3, 4, 5 വർക്കുകൾ എറണാകുളത്തു നിന്നൊക്കെ ക്യാമറമാൻമാർ ഇവിടെ വന്നിട്ട് നമ്മുടെ ഇപ്പോൾ കുഴൂർ അല്ലെങ്കിൽ ഏരാണിക്കുളം അങ്ങനെ ഓരോ ഭാഗങ്ങളിൽ അച്ഛന് വർക്കുണ്ട്. അപ്പോൾ എന്നെയാണ് എല്ലാം ഏൽപ്പിച്ചിട്ട് പോകുക. അച്ഛനൊരു വർക്കിന് പോകുമ്പോൾ ഓരോ ലൈറ്റ് ബോക്സ്, ക്യാമറ, ബാഗ് എല്ലാം എന്നെ ഏൽപ്പിച്ചിട്ട് ഇത് ഇന്ന ആൾ വരുമ്പോൾ കൊടുക്കണം, ഇത് ഇന്ന ആൾ വരുമ്പോൾ കൊടുക്കണം എന്ന് എല്ലാം എന്നെ ഏൽപ്പിച്ചിട്ടാണ് അച്ഛൻ പോവാറ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അതിനോടുള്ളൊരു ഇഷ്ടം എല്ലാം കൂടെ മാനേജ് ചെയ്യാനുള്ളത് അന്ന് മുതലേ എൻ്റെ ഉള്ളിലുണ്ട്. അല്ലെങ്കിൽ എനിക്കതിനോട് ഓക്കെ ആണെന്നുള്ള സംഭവം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ ആ ഫീൽഡിലേക്ക് കടന്നത് അല്ലെങ്കിൽ എന്താ പറയുക വർക്കുകൾ ഹാൻഡിൽ ചെയ്ത് പഠിക്കുന്നതൊക്കെ കണ്ട് വളർന്ന ഒരാളെന്നുള്ള രീതിയിൽ അതെനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആണ്.
എന്തായാലും അച്ഛനപ്പൊ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണല്ലോ ഏൽപ്പിച്ചിട്ട് പോകുന്നത്. കാരണം ചെയ്യുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പുറത്ത് വർക്കിന് വിടുമ്പോഴും അത് ചെയ്യാൻ കഴിയുമെന്നൊരു വിശ്വാസം ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ ഞാൻ വർക്കുകൾ പുറത്തേക്ക് എടുക്കാൻ തുടങ്ങുന്നത് നമ്മുടെ ഗ്രാമസഭകളൊക്കെ നടക്കില്ലേ, ആദ്യത്തെ ഇപ്പോൾ ആരും ഒറ്റ ദിവസം കൊണ്ടൊന്നും ആവുന്നതല്ല. അപ്പം എന്നെ സംബന്ധിച്ച് ആദ്യം അച്ഛൻ എന്നെ വർക്കിന് വിടുന്നത് ഗ്രാമസഭയുടെ ഒരു ഫോട്ടോഷൂട്ട് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതായത് ഇപ്പോൾ അഷ്ടമിച്ചിറ അല്ലെങ്കിൽ കൊളുക്കുന്ന് അങ്ങനത്തെ ഭാഗങ്ങളിൽ. അപ്പം ഞാനിവിടെ നിന്ന് ഒരു ചെറിയ ക്യാമറ ബാഗിൽ ക്യാമറയും വെച്ച് ബസ് കയറി ഇവിടെ നിന്ന് ആ ലൊക്കേഷനിലെത്തി ആ ഗ്രാമസഭയുടെ 4 ഫോട്ടോ എടുത്ത്. അപ്പോൾ അവിടെ ഉള്ളവരൊക്കെ വളരെ കൗതുകത്തോടു കൂടിയാണ്. അപ്പോൾ ഞാനൊരു കുഞ്ഞു കുട്ടിയാണല്ലോ, ഇത് ഏത് പെൺകുട്ടി ഒന്ന് ഫോട്ടോ എടുത്ത് പോണത് എന്നാണ് ചിന്തിക്കുന്നത്. പിന്നെ അച്ഛനെ അറിയാവുന്നുള്ളതുകൊണ്ട് ഒരുപാട് പേർക്ക് അറിയാം. പിന്നെ അങ്ങനെയാണ് ആദ്യത്തെ ഫോട്ടോ എടുത്തത് കിട്ടുമാവോ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കാറുണ്ട് കേട്ടോ. ഞാനും ആദ്യം കാണുന്നത്, ഞാൻ ഒരു വാർത്ത കൊടുക്കാൻ വേണ്ടി ആദ്യം കാണുന്നത് ഒരു മന്ത്രി പങ്കെടുത്തൊരു ചടങ്ങ്, അതില് ഫോട്ടോ എടുക്കാൻ. എനിക്ക് തോന്നുന്നു അച്ഛൻ ഇല്ലാത്തൊരു ദിവസം അതിൽ പകരമായിട്ട് വന്നാണെന്ന് തോന്നുന്നത് അല്ലെ. അങ്ങനെ എനിക്കന്നൊരു കൗതുകം തോന്നി. ആ കൗതുകത്തിൽ നിന്നാണ് ആ വാർത്ത ഉണ്ടായത്. അതുപോലെ ഇന്നിപ്പോ വലിയ കൗതുകങ്ങളൊന്നും ആളുകൾക്ക് തോന്നുന്നില്ല. കാരണം വനിതകള് സാധാരണ ഫോട്ടോ ഇടുന്നു. പക്ഷെ അതിലൊരു സക്സസ് ആയി അല്ലെങ്കിൽ ആ രംഗത്ത് തന്നെ നമ്മൾ ഉറച്ചു നിൽക്കുക. ഇപ്പൊ നേരത്തെ തന്നെ ഈ ഒരു പ്രൊഫഷൻ മനസ്സിൽ കണ്ടിരുന്നോ? പ്രൊഫഷൻ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 8ലോ അല്ലെങ്കിൽ 9ലോ പഠിക്കുന്ന ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ സമയത്തെ എൻ്റെ മനസ്സിൽ പതിഞ്ഞിട്ടുള്ളതാണ്. ഇത് എൻ്റെ ഒരു പാഷനായിട്ട്, ഒരു നല്ല ബിസിനസ്സായിട്ട് അല്ലെങ്കിൽ നല്ലൊരു ബ്രാൻഡിങ് ആയിട്ട് കൊണ്ടുവരണം എന്നുള്ളത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ ജേർണലിസം ഫീൽഡും ആ ഒരു ജേർണലിസ്റ്റിക് ലൈഫും അതും ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ്. എന്നെ സംബന്ധിച്ച് ഒരിക്കലും എനിക്കൊരു ഓഫീസിൻ്റെ ഒരു 4 ചുമരുള്ള ഒരു ഓഫീസ് അറ്റ്മോസ്ഫിയറിൽ കുറച്ച് ഫയലുകളിലേക്ക് ഒതുങ്ങുന്നതല്ല എൻ്റെ ജീവിതം എന്ന് ഞാൻ പണ്ടേ കണക്ക് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും അതായത് ഇപ്പോൾ ഒരു അധ്യാപിക ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഓഫീസ് സ്റ്റാഫ് ആയിക്കോട്ടെ, ആരെ സംബന്ധിച്ചും ഒരു ഓഫീസ് അല്ലെങ്കിൽ സ്ഥിരം ആ ഒരു മറയ്ക്കുന്ന പേജുകളും എഴുതുന്ന ആ ലിസ്റ്റും ഒരേപോലെ ആയിരിക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം, രാജവേട്ടന് പ്രത്യേകിച്ച് അറിയാം, ഓരോ ദിവസം നമ്മൾ കാണുന്നത് ഓരോ ജീവിതങ്ങളാണ്, പുതിയ പുതിയ കാര്യങ്ങൾ, ഓരോന്നും വ്യത്യസ്തമാണ്. അതായത് ഇന്ന് കാണുന്നത് അല്ലെങ്കിൽ ഇന്ന് പോകുന്നപ്പോൾ നമ്മൾ പാലിയേക്കര അവിടെ ചെന്നൊരു സ്റ്റോറിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നാളെ ഒരു പക്ഷേ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുടുംബത്തിലേക്ക് കയറി ചെന്ന് അവരുടെ കഷ്ടതകൾ എന്താണെന്നുള്ളത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു സ്റ്റോറി ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. നാളെ നമ്മൾ ചെയ്യുന്നത് ഒരു ന്യൂ ബോൺ ബേബി, 10-14 ദിവസമുള്ള ഒരു കുഞ്ഞിനെയാണ് നമ്മൾ കയ്യിൽ ഹാൻഡിൽ ചെയ്യുന്നത്. അങ്ങനെ ഓരോ ദിവസം എന്നെ സംബന്ധിച്ച് ഞാൻ ലൈഫ് വളരെ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് എൻജോയ് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുവന്ന ഒരാളാണ്. അപ്പോൾ ആ ഫീൽഡ് എന്നുള്ളത് എൻ്റെ മനസ്സിൽ ഞാൻ എഴുതി ചേർത്തിട്ടുള്ളതാണ്. ഇങ്ങനെയാണ് എനിക്ക് വരേണ്ടത്, ഇങ്ങനെയാണ് ആവേണ്ടത്. ഇപ്പോഴും ഉണ്ട് ഒരുപാട് ഡ്രീംസ്. അവിടേക്ക് നമ്മളിങ്ങനെ അല്ല അത് ഇത് വീട്ടുകാർക്കും അങ്ങനെ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് അറിയാമായിരുന്നു. അച്ഛനോട് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു എനിക്ക് ജേർണലിസം ഫീൽഡാണ് ഇഷ്ടം. അപ്പൊ യാതൊരു തടസ്സമില്ലാതെ ഓക്കെ. ആദ്യം ജേർണലിസം എന്ന് പറഞ്ഞപ്പോ എന്തെങ്കിലും അച്ഛനെ സംബന്ധിച്ച് അമ്മയ്ക്കായിരുന്നു പേടി. ജേർണലിസം ഒക്കെ പഠിച്ചിട്ട് ഇനി ഈ ഫീൽഡൊക്കെ എങ്ങനെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടില്ല. കാരണം നമ്മളന്ന് പത്രം സിനിമയൊക്കെ ഇറങ്ങിയതാണ് ഈ ജേർണലിക് സ്റ്റൈലിൽ എന്താന്നുള്ളത് ജനങ്ങൾക്ക് അറിയുന്നത്. അപ്പൊ ഭയങ്കര റിസ്കി വേ ആണ്, അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള ആശ അമ്മയുടെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ അച്ഛനോട് ഞാൻ പറഞ്ഞപ്പോൾ അച്ഛൻ ഓക്കെ നിനക്ക് ഇഷ്ടമുള്ള ഫീൽഡ് പഠിച്ചു. കാരണം അച്ഛൻ എപ്പോഴും ഈ യൂണീക്ക് ആയിട്ടുള്ള ഒരു വഴികൾ തേടുന്ന ഒരു വ്യക്തി പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. വീട്ടിൽ അങ്ങനെ സമ്മതിക്കണില്ല. അപ്പൊ ഒന്ന് ചേട്ടൻ സംസാരിക്കുന്ന രീതിയിലൊക്കെ ഒരു തവണ ഇങ്ങനെ വീട്ടില് അവർക്ക് പേടിയായിരുന്നു. അമ്മനെ സംബന്ധിച്ച് അമ്മ അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ വളർന്നൊരു വ്യക്തിയാണ്. അപ്പം അമ്മ നോക്കുമ്പോൾ ഒരു പെൺകുട്ടി ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിതം ഈ ഒരു സ്റ്റൈലിൽ മുന്നോട്ട് പോകുമ്പോൾ എന്താകും എന്നുള്ളൊരു പേടി അമ്മയുടെ ഉള്ളിലുണ്ടായിരുന്നു. അത് സ്വാഭാവികമായിട്ടും അച്ഛനിലൂടെ ഞാനത് സംസാരിച്ചപ്പോൾ അവർക്കത് ഓക്കെയാണ്. പക്ഷെ ആ ഫീൽഡിലേക്ക് എത്തിച്ചേരാൻ എന്താ പറയുക, ഓരോ വഴികൾ നമ്മുടെ മുമ്പിൽ വന്നു ചേർന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പം ഞാൻ മീഡിയ അക്കാഡമിയിലാണ് പഠിച്ചത്, പ്രസ് അക്കാഡമി ആയിരുന്നു അന്ന് കാക്കനാട്. അപ്പോൾ ആ ജേർണലിസ്റ്റിക് അതിലേക്ക് വരുന്നതിനുള്ളൊരു വഴി അന്ന് അവിടെ എനിക്കൊരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യാനും ആ എക്സാം എഴുതാനും ഒക്കെ ഒരു അവസരങ്ങൾ കിട്ടി. എല്ലാം അത് ഓക്കെ ആയിരുന്നു. അന്നത്തെ സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമായിരുന്നു. അതുകൊണ്ട് മുന്നോട്ട് ഭാര്യയെ സംബന്ധിച്ച് ഇപ്പോൾ കഴിഞ്ഞ ഒരു എന്താ പറയുക, ഈ തലമുറയുടെ ആളെന്ന നിലയ്ക്കും കഴിഞ്ഞ അച്ഛൻ്റെ ആ സ്റ്റുഡിയോ കാലഘട്ടം ഇതൊക്കെ രണ്ടും വ്യത്യസ്തമല്ലേ? അപ്പൊ അന്നത്തെ ക്യാമറകൾ കൈകാര്യം ചെയ്യുന്നു, ഇന്നത്തെ ക്യാമറകളും ഇതൊക്കെ വ്യത്യസ്തമാണ്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എന്താണ് പഴയതും ആദ്യ കാലത്ത്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം ഫോട്ടോ എടുത്തത് ഫിലിം ക്യാമറയിലാണ്. അന്ന് ഡാർക്ക് റൂമൊക്കെയാണ്. അന്ന് സത്യം പറഞ്ഞാൽ ഈ ഡാർക്ക് റൂം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു പേടി തോന്നുന്ന ഒരു ഇരുട്ടുമുറിയാണ്. അതിനുള്ളിൽ ആ റെഡ് ലൈറ്റും കൂടി വരുമ്പോൾ ഒരു ഭീകര അന്തരീക്ഷമായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ സ്റ്റുഡിയോയിൽ അന്ന് ഈ ഡാർക്ക് റൂം ഓപ്പറേഷൻസ് ആയിരുന്നു നടന്നിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് അതിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഒരു പേടിയുണ്ടായിരുന്നു, ആ റൂമും ഇരുട്ടും ഒക്കെ കാണുമ്പോൾ. പിന്നെ പക്ഷേ അച്ഛനത് ചെയ്യുന്നതും അതിൻ്റെ ആക്ടിവിറ്റീസ് എന്താണെന്നുള്ളതൊക്കെ കെമിക്കൽസ് യൂസ് ചെയ്യുന്നതിൻ്റെ ഒക്കെ ശ്രദ്ധിച്ചത് കണ്ട് പഠിച്ചിരുന്നു.
കറക്റ്റ് ഞാൻ എൻ്റർ ചെയ്ത് എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യത്തെ വർക്ക് എടുത്തു എന്ന് പറഞ്ഞില്ലേ, അന്ന് സമയത്ത് ആക്ച്വലി അച്ഛനെ പറ്റിക്കുകയാണ് ചെയ്തത്. കാരണം അന്നൊരു ഫിലിമിനൊക്കെ അത്ര റേറ്റ് ആണ്. ഇപ്പം കല്യാണം കഴിഞ്ഞ് പെണ്ണ് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ 5 ക്ലിക്ക്, ഇവിടെ നിന്ന് കയറണടുത്ത് 5 ക്ലിക്ക്, കെട്ടിന് 10 ക്ലിക്ക്, അല്ലെങ്കിൽ ഔട്ട്ഡോർ സീൻ എടുക്കാനായിട്ട് 5 ക്ലിക്ക്. അങ്ങനെ ഒരു ഫിലിമിനെ എങ്ങനെയോ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് കൃത്യമായിട്ട് അടിക്കുന്ന ഓരോ ക്ലിക്ക്, നമ്മൾ ചെയ്യുന്ന ഓരോ ക്ലിക്കും അത്രയും കറക്റ്റ് ആയിരിക്കണം എന്ന് പക്ക വളരെ നിർബന്ധപൂർവ്വമായിരുന്നു ഓരോ ഫോട്ടോഗ്രാഫേഴ്സ് അന്നത്തെ കാര്യങ്ങൾ മാനേജ് ചെയ്തിരുന്നത്. ഇന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ ഒരൊറ്റ ക്ലിക്ക് ചെയ്യുന്നതിന് ഒരു 50 ക്ലിക്ക് ഒന്നിച്ചെടുക്കുന്ന ഒരു രീതിയിലേക്കാണ് ഇന്നത്തെ കുട്ടികൾ ഫോട്ടോ എടുക്കുന്നത്. ഇവൻ ഞാൻ വെഡിങ് വർക്കുകൾ ആദ്യം ചെയ്തിരുന്നതാണ്. അപ്പോൾ ആ സമയത്ത് എനിക്കാണെങ്കിലും പക്ഷേ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. ബിക്കോസ് എനിക്ക് തോന്നുന്നു ഞാൻ ആ ഒരു ഫിലിം സ്റ്റൈലിലും കൂടി എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടായിരിക്കാം എല്ലാ ഓഡിയൻസിനെയും കറക്റ്റ് എല്ലാവരെയും വിളിച്ച് അവരെ ഇങ്ങോട്ടേക്ക് ലുക്ക് കറക്റ്റ് കിട്ടുന്ന രീതിയിൽ മാക്സിമം 2 ക്ലിക്ക്, 1-2 ക്ലിക്ക്, അതിനപ്പുറത്ത് ഡിജിറ്റൽ ക്യാമറയിൽ പോലും ഞാൻ എടുക്കാറില്ല. അപ്പോൾ ആ ഒരു ഫിലിമിൻ്റെ കാലഘട്ടം കഴിഞ്ഞ് അതിനൊപ്പം തന്നെ ഡിജിറ്റൽ രംഗത്തേക്ക് മാറിയതും കൂടിയും ഞാൻ കടന്നു വന്ന വഴികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് രണ്ടും എന്നെ ഒരു പഴയ കാലഘട്ടത്തിന്റെ ഒരു എൻഡിലും ഇപ്പോഴത്തെ ഒരു ആരംഭത്തിലും സജീവമായിട്ട് നിൽക്കാൻ, ഇത് തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പൊ ഏതാണ് കൂടുതൽ പ്രയാസം നേരിടുന്നത്? പ്രയാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ ഒരു കാലഘട്ടത്തിൽ അതൊരു ക്രിയേറ്റീവായിട്ടുള്ള ഒരാൾക്ക് കൊണ്ട് മാത്രമേ സാധിക്കുള്ളായിരുന്നു. അതായത് ഇപ്പോൾ ഫിലിമിൽ അത് ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോഴും അപ്പോൾ അച്ഛനൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഓരോ വ്യക്തിയുടെയും ആ ഭംഗി നമ്മൾ എടുക്കുന്ന ഫോട്ടോ എടുക്കുന്ന ആളുടെ മനസ്സിലാണ് ചിത്രം പതിയേണ്ടത്. അപ്പോൾ അതിൽ നിന്ന് ഈ ഡെവലപ്പ് ചെയ്തെടുക്കണേനും അതിൽ വരച്ച് അതിനൊരു ഫിനിഷിങ്ങിൽ കൊണ്ടുവരാൻ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഏത് ആപ്പിലിട്ടാലും ഇപ്പോൾ ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് ഉണ്ട്, അതിലേക്ക് ഫോട്ടോ നമ്മൾ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. അതിലും ക്രിയേറ്റിവിറ്റി ഉണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷെ എന്നാൽ കൂടി അനന്ത സാധ്യതകളാണ് ഇന്നുള്ളത്. പണ്ടൊക്കെ ഞാൻ പെൻസിൽ കൊണ്ട് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടൊക്കെ അതിനെ വരച്ച് ഇവർ ആ ഒരു ഫിനിഷിങ്ങിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ഇപ്പോൾ പണ്ടത്തെ ആ ഒരു ഫോട്ടോ ഫ്രെയിം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ന ആളുടെ അടുത്ത് നിന്ന് ചെയ്തെടുക്കാൻ വേണ്ടി ആൾക്കാർ കാത്തിരിക്കും. അവിടെയാണ് ഒരു ഫിനിഷിംഗ് പോയിന്റ്. എല്ലാവരും ഫോട്ടോഗ്രാഫറായി മാറിയൊരു കാലഘട്ടമാണ്. എഐയുടെ യുഗം വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര് എഐ ഇമേജസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും ആ ഒരു ഫോട്ടോഗ്രാഫർ വന്ന് എടുക്കുന്ന ആ ഒരു ഫീലിംഗ്, ആ ഒരു ടച്ച് ആ ഫോട്ടോയിലേക്ക് കിട്ടണമെങ്കിൽ നമ്മൾ പറയുന്ന ഒരു ചിരി കോമഡി ആയിരിക്കാം, ചിലപ്പോൾ ഒരു നല്ല തമാശയായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു എന്തെങ്കിലും കോമിക്കുകളൊക്കെ കാണിച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ കുട്ടികളുടെ ആയാലും വലിയവരുടെ ആയാലും ചിത്രങ്ങൾ എടുക്കുന്നത്. അതിൻ്റെ ഒരു ലൈവ് സെൻസ് എപ്പോഴും ആ ഒരു ലൈവ് പിക്കിന് തന്നെ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഒരു കടന്നുവരവോട് കൂടിയാണ് ഇപ്പോൾ എല്ലാവരും മൊബൈൽ ക്യാമറ ഉപയോഗിക്കുന്നു, ആ ക്യാമറയിൽ എടുക്കുന്നു, അവർ തന്നെ അവരുടെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നു. ഇത്തരത്തിൽ ഇങ്ങനെയുള്ള ആളുകൾ, അന്നൊക്കെ ക്യാമറ ഉപയോഗിക്കുന്ന അവർ മാത്രമാണ് ഫോട്ടോ എടുക്കാനുണ്ടായിരുന്നുള്ളൂ. അന്ന് കിട്ടുന്നൊരു അംഗീകാരം ഇന്നുണ്ടോ? അതിന് കുറവുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമ്മളിപ്പോൾ വെഡിങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു വർക്കിനോ പിക്ക് എടുക്കാനായിട്ട് നമ്മളിപ്പോൾ ബാപ്റ്റിസംസ് പരിപാടികൾ ചെല്ലുന്നുണ്ട്. എല്ലാവരുടെയും ഒരുപക്ഷെ നമ്മുടെ ക്യാമറയെക്കാളും വില കൂടിയ മൊബൈലുകൾ യൂസ് ചെയ്യുന്ന ആളുകൾ വരെ അവിടെ ഉണ്ടാകാം. പക്ഷേ അവരെ സംബന്ധിച്ച് നമ്മൾ പിക്ക് എടുക്കുമ്പോൾ മാത്രം അതിൽ കിട്ടുന്ന ഒരു സന്തോഷം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം നമ്മുടെ ക്യാമറയിൽ ഒരു പിക്ക് എടുക്കാൻ ഇന്നും അവിടെ നിന്ന് എടുക്കും. അതുപോലെ ചേച്ചി ഞങ്ങൾക്ക് വേറെ 2 സിംഗിൾ പിക്കും കൂടി എടുത്തരണമെന്ന് പറയുന്നത് ആ നമ്മളോടുള്ള ഒരു വിശ്വാസമാണ്. അല്ലെങ്കിൽ പ്രൊഫഷണൽ ക്യാമറകൾ യൂസ് ചെയ്തെടുക്കുന്ന അതിൻ്റെ ഒരു പ്രൊഫഷണലിസം കാത്തു സൂക്ഷിക്കുന്ന എല്ലാവർക്കും അതിൻ്റെ പ്രൊമനൻസ് ഒട്ടും കുറയില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാലും ഇപ്പോൾ ഈ പൊതുപരിപാടികൾക്കൊക്കെ എപ്പോഴും കൂടുതൽ ആ ഒരു ഫോട്ടോഗ്രാഫർ വേണം എന്ന് ഉള്ള രീതിയിൽ നിന്നൊക്കെ പിന്നോട്ട് പോയിട്ടുണ്ടോന്നൊരു സംശയമില്ലേ? പൊതുപരിപാടികൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ സ്ഥാപനങ്ങൾ തന്നെ പല ആളുകളെ ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ നോക്കിയാൽ അറിയാം, ആ പിക്കുകൾ കാണുമ്പോൾ നമുക്കറിയാമല്ലോ ഒരു പ്രൊഫഷണൽ വർക്ക് എടുക്കുന്ന ആൾക്ക് ഓഡിയൻസ് ആരാ, ഉദ്ഘാടകൻ ആരാന്നുള്ളത്. നമ്മളിപ്പോൾ അവിടെ ചെന്നാൽ പിക്ക് എടുക്കുന്നത് മാത്രമല്ലല്ലോ, നമ്മൾ ആ വേദിയിലേക്ക് എത്തിച്ചേരുമ്പോൾ നമ്മൾ അറിയും ആരാണ്, എന്താണ്, എത്ര പേരുണ്ടാവും, വേദി എത്രയായിരിക്കും, എത്ര ഓഡിയൻസ് ഉണ്ടാവും എന്നുള്ള മുന്നേ കൂട്ടി നമ്മളൊരു മനസ്സിൽ കാണുന്നുണ്ട്. അതിനനുസരിച്ചിട്ടായിരിക്കും ആ ഒരു പിക്ക് പകർത്തുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആ പ്രൊഫഷണലിസം എപ്പോഴും അതിൻ്റെ പുറകിലുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഫോട്ടോഗ്രാഫി ആയിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ വീഡിയോഗ്രാഫി ആയിട്ട് പോകുന്ന സമയത്ത് എവിടെയെങ്കിലും പാളിപ്പോയി നമ്മൾ ഒരു എന്താ പറയുക, എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ ഒരു പാളിച്ച പറ്റിയ അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് പറയാൻ പറ്റുമോ? അങ്ങനെ എനിക്കൊരു അനുഭവം എൻ്റെ മനസ്സിലുണ്ട്. ഇപ്പോൾ ചില ആളുകൾക്ക് ചിലപ്പോൾ നമ്മളെ കാണുമ്പോൾ സ്ത്രീകളാണല്ലോ എന്ന് കാണുമ്പോൾ ഒരു പുച്ഛഭാവമോ ഒക്കെ ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ ഞാനതിനങ്ങനെ എടുക്കാറില്ല. ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു, അത്രയേ ഉള്ളൂ, അങ്ങനെ കാണാറുള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു പണ്ട് കാലത്ത്, ഇപ്പോഴല്ല, ഞാൻ ഈ പറഞ്ഞ വെഡ്ഡിങ്ങുകളൊക്കെ എടുത്തിരുന്നൊരു സമയത്ത്, നമ്മൾ ക്രിസ്ത്യൻ വെഡ്ഡിങ്ങിന് പള്ളിയിൽ ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഒരുപാട് പഴയ കാലമാട്ടോ, ഇപ്പോൾ ഒന്നും എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള ആളുകളില്ല. അപ്പം നമ്മളെല്ലാവരും ഒരു സൈഡിൽ നിന്നിട്ടായിരിക്കും ഫോട്ടോ എടുക്കുക വെഡ്ഡിങ്ങിൻ്റെ ആ കെട്ടുന്ന സമയത്ത്. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ കുർബാന സ്വീകരിക്കുന്ന ആ ഒരു മിനിറ്റ്, നമ്മുടെ നാവിൽ വെച്ച് കൊടുക്കുന്ന ആ ഒരു മിനിറ്റൊക്കെ, ആ ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു സെക്കൻഡിലേക്ക് കിട്ടുള്ളൂ. പിന്നെ നമുക്ക് റിപ്പീറ്റഡിൽ എടുക്കാനുള്ള ഒരു ചാൻസും ഇല്ല.
അപ്പോൾ അങ്ങനെയുള്ള ഒരു പിക്ക് എടുക്കുന്ന സമയത്ത് എൻ്റെ ലൈഫിൽ എനിക്ക് തോന്നുന്നു ആകെ ഈ ഒരു ഒറ്റ നെഗറ്റീവ് സംഭവം എൻ്റെ മനസ്സിലുണ്ടായിട്ടുള്ളൂ. കാരണം ഞാൻ വേറെ ഒന്നിനെ കുറിച്ചും ചിന്തിക്കാറില്ല. ക്യാമറ എൻ്റെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ എനിക്ക് ആ ചിത്രം കിട്ടണം. അതിന് ഞാൻ ഏത് ആംഗിളിൽ നിന്നാലാണോ ഓക്കെ, അത് മാത്രമേ എൻ്റെ ചിന്തിക്കുള്ളൂ. മറ്റാരെന്നെ നോക്കുന്നോന്നോ ആളുകൾ എന്നെ നോക്കുന്നുണ്ടോന്നോ പോലും ഞാൻ ശ്രദ്ധിക്കാറില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് ആ പിക്കിലാണ് എൻ്റെ കോൺസെൻട്രേഷൻ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷെ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഫോട്ടോഗ്രാഫറായിട്ട് നിൽക്കുന്ന ഒരുപാട് ഏജ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി, ആളെ സംബന്ധിച്ച് ഞാൻ ആ മധുരം അല്ലെങ്കിൽ എന്തോ ആ ഒരു കുർബാന സ്വീകരണം നടക്കുന്ന കറക്റ്റ് വായിൽ വെക്കുന്ന സമയത്ത് കൈകൊണ്ട് നൈസായിട്ടൊന്ന് തട്ടി. ആ ഒരു അനുഭവം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത ഫോട്ടോയും ഞാൻ വളരെ ശ്രദ്ധാപൂർവ്വം ഞാൻ ആളെ നോക്കി ഒരു വാണിംഗ് ഞാൻ കൊടുത്തു. അതിനുശേഷം അടുത്ത ഫോട്ടോ എനിക്ക് കിട്ടി, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഞാൻ ആളോട് കൃത്യമായിട്ട് സംസാരിച്ചു, കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ ചെയ്തത് ശരിയായില്ല, ഓക്കെ, നിങ്ങൾ എൻ്റെ അച്ഛൻ്റെ പ്രായമുള്ളതുകൊണ്ട് ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നു, പക്ഷെ നിങ്ങൾ ചെയ്തത് ശരിയായില്ല. ഇപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സ് അത്രയും ഫ്രണ്ട്ലി ആയിട്ടാണ് ഇടപഴകുന്നത്. ഇപ്പോൾ അപ്പുറത്തെ ഗ്രൂപ്പ് ഇപ്പുറത്തെ ഗ്രൂപ്പ് ഒന്നുമില്ല. സംബന്ധിച്ച് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ എങ്ങനെയാണോ ഒരു ആംബിയൻസിനോട് പൊരുത്തപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നവർ. അപ്പോൾ ആളെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയല്ല, അത് അതിൽ കൂടുതലൊന്നും ആ ഒരു ആളുകളോട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ടെക്നിക്കൽ പ്രശ്നങ്ങൾ അങ്ങനെ ഒരു ടെക്നിക്കൽ പ്രശ്നങ്ങൾ ഒരുപാട് എന്നെ കാര്യമായിട്ട് ബാധിച്ചിട്ടില്ല. റിക്കവർ ചെയ്തെടുക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഒരുപക്ഷെ വന്നിട്ടുണ്ട്. അതായത് മെമ്മറി കാർഡ് അതൊക്കെ ടെക്നിക്കലാണ്. അതിപ്പോൾ ഈ പറഞ്ഞ പോലെ പുതിയ പുതിയ ടെക്നോളജിയിൽ വരുമ്പോൾ എല്ലാം ഇംപ്ലിമെന്റ് ചെയ്യും. കാർഡ് എറർ വരാം, ക്യാമറ എറർ വരാം, അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ ഇപ്പോൾ സ്വാഭാവികമാണ്. മീൻസ് എക്യുപ്മെന്റ്സ് എല്ലാ ക്യാമറമാൻമാരും അനുഭവിക്കുന്നത് തന്നെയാണ്. പക്ഷേ നമുക്ക് ഈ പറഞ്ഞ പോലെ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ഉണ്ട്, സംഘടനയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു പാളിച്ച വന്നാൽ തന്നെ ചേട്ടാ എനിക്ക് അർജന്റീനയിൽ ഇങ്ങനെ ഒരു ക്യാമറ വേണം, ഇന്ന ലൊക്കേഷനിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പേര് സഹായിക്കാൻ എത്തിച്ചു തരും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ വനിതാ വിങ്ങിൽ തന്നെ ഒരു കുട്ടിയാണ് എന്നെ, ബിനു എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി എന്നെ ആ സമയത്ത് ഒന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ കൊറട്ടിയിൽ ഒരു വർക്ക് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ബാറ്ററി ഡ്രെയിനായി എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നി. ഉടനടി ആളെ എനിക്ക് അവിടെ എത്തിച്ചു തന്നു. അപ്പോൾ അതൊക്കെ നമ്മളെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതും ഒരു ലേഡി തന്നെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഞാൻ പ്രത്യേകം അവരോട് നന്ദി പറയുകയും ചെയ്തതാണ്. ഈ ക്യാമറയായിട്ട് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരു നമ്മൾ മനസ്സിൽ നിന്ന് പോകാത്ത ഒരു സന്തോഷം, ഒരുപാട് സന്തോഷങ്ങളുണ്ടായിരുന്നു, പക്ഷെ അതിൽ നമ്മൾ മനസ്സിൽ എന്നും സൂക്ഷിക്കാവുന്നൊരു പ്രത്യേക ഒരു മൂമെൻറ്റ് അതെനിക്ക് തോന്നുന്നു, എനിക്കിപ്പോഴും തോന്നിയിട്ടുള്ളത് ഈ കുഞ്ഞുമക്കളുടെ ചിത്രങ്ങൾ തന്നെ. അത് പ്രത്യേക ഒരു അനുഭൂതിയാണ് നമ്മുടെ മനസ്സിൽ. അതായത് ഇപ്പോൾ ബാക്കി നമുക്ക് വെഡിങ്ങിനൊക്കെ നമുക്ക് അവരെ നിർത്തി അങ്ങ് പോസ് ചെയ്യിച്ചെടുക്കാം. ഈ കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഒരു ഹേ ബേബി എന്ന് പറഞ്ഞ സ്റ്റുഡിയോ നടത്തുന്നുണ്ട്, അത് ചാലക്കുടിയാണുള്ളത്. അപ്പോൾ അതിൽ ഈ കുഞ്ഞു മക്കളാണ്, അതായത് ജനിച്ച് വീഴുന്ന മക്കൾ 10 ദിവസം മുതൽ 15 ദിവസം. അത് നമുക്ക് ഇപ്പോൾ നോർമലി ഒരാൾക്ക് കുഞ്ഞിനെ എടുക്കാൻ വരെ നമുക്ക് പേടിയാകുന്ന സിറ്റുവേഷൻ. അപ്പം നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. നമ്മളിപ്പോൾ ഒരു 4 വർഷത്തോളമായി ഈ ഫീൽഡിലേക്ക് സജീവമായിട്ട് നിന്ന് തുടങ്ങിയിട്ട്. അപ്പോൾ അതിൽ നമുക്ക് ആ കുഞ്ഞുങ്ങളെ കയ്യിലെടുക്കുമ്പോൾ ഇവർ മോസ്റ്റ്ലി സ്ലീപ്പിംഗ് മൂഡായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് കുട്ടികളെ ഇങ്ങനെ ആട്ടി അല്ലെങ്കിൽ അവർക്ക് ചെറിയ സൂത്തിങ് ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് അവരെങ്ങനെ സോഫ്റ്റാക്കി ഉറക്കിയെടുക്കുക. ബലം പിടിച്ചിട്ട് ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ഈ ചുളുക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പതുക്കെ ടാപ്പിംഗ് ചെയ്ത് കുട്ടികളെ ഇങ്ങനെ സോഫ്റ്റാക്കി വളരെ കാം ആൻഡ് കൂളായിട്ട് കുട്ടികളെ മാറ്റും നമ്മൾ. അതിനുശേഷം നമ്മൾ ബേബിനെ റാപ്പ് ചെയ്യും. അപ്പം അമ്മയുടെ വയറിൽ കുഞ്ഞ് കിടക്കുന്ന അതേപോലെ നമ്മളിങ്ങനെ അവരെ പൊതിഞ്ഞെടുക്കുമ്പോഴും അവർ വളരെ കംഫർട്ട് സോണിലാണ്. ആ ഒരു സമയത്ത് അവർ നല്ല ഡീപ്പ് സ്ലീപ്പിലെത്തും. പഴമക്കാർ നമ്മളോട് പറയാറില്ലേ, കുഞ്ഞുമക്കൾ ഉറക്കത്തിൽ ചിരിക്കുന്ന മൊമെന്റ്സ്. അത് ശരിക്കും ഉറക്കത്തിൽ ചിരിക്കുന്നത് നല്ല ദൈവം വന്നവരെ പ്രീതിപ്പെടുത്തുന്നതൊക്കെ പഴയ അച്ഛനമ്മമാർ ഇങ്ങനെ പറയണം നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഒരു മൊമെന്റ് അതാണ്. അതായത് ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ നമ്മളിങ്ങനെ റാപ്പ് ചെയ്ത് ഉറക്കിയെടുത്തിട്ട് ബാസ്ക്കറ്റ്സിലും ബൗളിലൊക്കെ ഇങ്ങനെ ഫിക്സ് ചെയ്തതിന് ശേഷം ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് അവരെ നമ്മളിങ്ങനെ സ്റ്റൈൽ ചെയ്തതിന് ശേഷം ഫോട്ടോ എടുക്കുന്നതിനിടയിൽ അവർ ചെറിയ മൂവ്മെൻറ്റ്സ് ഉണ്ടാവും. അത് നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്യണം. ഇപ്പോൾ ചിരിക്കാനായോ എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ ഒരു ടൈമാണെങ്കിൽ വളരെ ശ്രദ്ധിച്ച് ആ ഒരു മൊമെൻറ്റ് പോലും, അതായത് ഒരു ചെറിയൊരു ബ്ലിങ്കിങ് ആയിരിക്കും ആ ചിരി, അത് നമ്മൾ മിസ് ചെയ്യാണ്ട് കവർ ചെയ്യുമ്പോൾ അത് നമുക്ക് ഭയങ്കര സന്തോഷമാണ് മനസ്സിൽ കിട്ടുന്നത്. കാരണം അത് നമുക്ക് ഒരിക്കലും ഒരാളെ പറഞ്ഞ് ചിരിപ്പിക്കുന്ന പോലെ അല്ല. അത് ഇപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സ് നമ്മൾ മറ്റു വലിയ ആളുകളുടെ ഫോട്ടോ എടുക്കുന്ന പോലെയല്ല. അത് നമുക്ക് തരുന്നതാണ്, ദൈവം തരുന്ന കുറച്ച് കുഞ്ഞു നല്ല മൊമെന്റ്സ് ആണ്. അത് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. സെക്കൻഡുകൾ അത്ര ഉണ്ടാവുള്ളൂ. ഒറ്റ ചിരി കഴിഞ്ഞാൽ കഴിഞ്ഞു, പിന്നെ ചിലപ്പോൾ കരച്ചിലായി മൂഡ് മാറി അങ്ങനെയായിരിക്കും. പക്ഷെ അത് നമുക്ക് കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലക്കാണ്. ആ ഒരു സമയത്തിന് നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു, നമ്മൾ അതിനെ എങ്ങനെ ഭംഗിയായിട്ട് ക്യാപ്ചർ ചെയ്യുന്നു എന്നനുസരിച്ച് നമുക്ക് ആ പിക്ക് കിട്ടും. അതെന്നെ സംബന്ധിച്ച് അത് കഴിഞ്ഞിട്ട് ഈ ഫോട്ടോ കിട്ടിയോ എന്ന് ചോദിച്ച് പാരൻസ് ഇങ്ങനെ ഓടി വരും. ആ സമയത്ത് അവരിങ്ങനെ ഇത് കാണിച്ചു കൊടുക്കുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു ചിരിയില്ലേ, അതാണ് അതിൽ ഏറ്റവും സന്തോഷം. അങ്ങനെയുള്ള ചിരികളൊക്കെ പകർത്തിയിട്ടില്ലേ? ഉണ്ട്. എങ്ങനെയാണ് ആ ഒരു കുഞ്ഞുങ്ങളുടെ ഫോട്ടോഗ്രാഫി ആ രീതിയിലേക്ക് എങ്ങനെയാണ് മാറിയത്? അത് ആക്ച്വലി എനിക്ക് മോനുള്ള സമയത്ത്, അവനായ സമയത്താണ് ഈ ഫീൽഡിനെ കുറിച്ചിട്ട് ഞാനൊന്ന് സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ അതുവരെ നമ്മൾ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയിൽ സജീവമായിട്ട് നിൽക്കുന്നൊരു സമയം.
അതിനുശേഷമാണ് ഇവൻ ഉണ്ടായ സമയത്ത് മോനെ എനിക്ക് ഷൂട്ട് എടുക്കണം എന്ന് തോന്നി. അവനെ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് വിഷു ആ സമയത്തൊക്കെ നമ്മളങ്ങനെ ഫോട്ടോ എടുത്തു. കൃഷ്ണനായിട്ടും കുഞ്ഞിക്കണ്ണനൊക്കെ ആയിട്ട് കിടത്തി ഫോട്ടോ എടുത്തു. അതെടുത്തപ്പോൾ ഞാനത് പേജിൽ പോസ്റ്റ് ചെയ്തപ്പോൾ ഒരുപാട് പേര് നല്ല കമൻസ് തന്നു. അതുപോലെ ഞങ്ങളുടെ ഉണ്ണിയുടെ ഇതുപോലെ എടുത്ത് തരുമെന്ന് ചോദിച്ചു. പിന്നെ അതിനുശേഷം എൻ്റെ അനിയത്തിക്ക് കുഞ്ഞുണ്ടായി. അപ്പോൾ ആ കുഞ്ഞു വാവേനേയും കൂടെ ഞാൻ ഇതുപോലെ തന്നെ ഷൂട്ട് എടുത്തപ്പോൾ ഒരുപാട് എൻക്വയറീസ് വന്നു എനിക്ക്, അങ്ങനെ എടുത്ത് തരുമെന്ന്. പിന്നെ ഞാൻ അതിനെക്കുറിച്ചൊന്ന് സെർച്ച് ചെയ്ത് പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ വെഡിങ് ഫോട്ടോഗ്രാഫി പോലെ തന്നെ വേറൊരു വിങ് ആണ് ബർത്ത് ഫോട്ടോഗ്രാഫി, കിഡ്സ് ഫോട്ടോഗ്രാഫി, ന്യൂ ബോൺ ഷൂട്ട്സ് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നത്. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചു, കുറച്ച് ഓൺലൈൻ കോഴ്സുകൾ അറ്റൻഡ് ചെയ്തു. അപ്പോൾ അതിന് ശേഷമാണ് കുറച്ച് ഔട്ട്സൈഡിലുള്ള ആളുകളാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ ചെയ്യുന്നത്. അപ്പം നമ്മുടെ നാട്ടിലൊന്നും ആ ഒരു സമയത്ത് ഒരു 3-4 വർഷം മുൻപൊന്നും ഫോട്ടോ ബേബീസിന് എടുക്കാൻ ഭയങ്കരമായിട്ട് റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. അപ്പോൾ ആ സമയത്താണ് എടുക്കില്ലായിരുന്നു, അന്ന് എടുക്കില്ലായിരുന്നു. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഇപ്പോഴും ഇപ്പോൾ ചേട്ടൻ്റെ രാജുവേണ്ട പഴയ പടം ഉണ്ടോ കുഞ്ഞുനാളിലത്തെ? ഇല്ല, എൻ്റെ ഉണ്ട്. പക്ഷെ അത് അതുപോലെ എല്ലാവർക്കും ഉണ്ടാവും. അത് അവരവർ കാത്തു വെച്ചേക്കായിരിക്കും, ഒരൊറ്റ പിക്ക്. അതെ അതെ, അല്ലാതെ അങ്ങനെ ആരും എടുക്കില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാനും ജനിച്ച് കുറച്ച് ദിവസത്തിനുള്ള അച്ഛൻ ഫോട്ടോ ഒക്കെ എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും അന്ന് അനുവദിക്കില്ലായിരുന്നു. പക്ഷെ നമ്മുടെ ചെറുപ്പകാലത്ത് ആ ഒരു പിക്ക് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ നമ്മൾ ജനിച്ച് നമ്മൾ മരിക്കും വരെ നമുക്കത് വിലപ്പെട്ടതാണ്. പ്രത്യേകിച്ച് കുട്ടികൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ഫോട്ടോ എടുക്കാൻ പാടില്ല. അത് കണ്ണിലേക്ക് ലൈറ്റ് അടിക്കും എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് അന്ന് കാലത്ത്. പക്ഷെ ഇന്ന് ടെക്നോളജീസ് ഒരുപാട് അഡ്വാൻസ്ഡ് ആയി. ഇപ്പം നമ്മൾ ഡയറക്റ്റ്ലി ഒരു ഫ്ലാഷ് ചെയ്ത് ലൈറ്റ് അടിക്കുമ്പോൾ കുട്ടികളെ കണ്ണിലേക്ക് അത് ബാധിക്കും എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് ഡിഫ്യൂസേഴ്സ് ഉണ്ട്. ഈ ലൈറ്റ് ഇതിൽ ചെന്ന് ഇവിടെ തട്ടി അങ്ങനെ ഒരു 3-4 ലെയേഴ്സ് കോട്ടിങ് കഴിഞ്ഞിട്ടാണ് വെരി സോഫ്റ്റ് ലൈറ്റാണ് കുട്ടികളുടെ ഫേസിലേക്ക് അടിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ മോസ്റ്റ്ലി നമ്മൾ ഉറക്കിയിട്ട് എടുക്കുന്നത് തന്നെ. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ തന്നെ. പക്ഷെ അങ്ങനെ ഒരു ഇത് ഇപ്പോൾ ഇന്നത്തെ ബുദ്ധിമുട്ടില്ല ശരിക്കും. ഫംഗ്ഷനൊക്കെ എടുക്കാൻ പോയില്ലേ ഏറ്റവും ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ്, പ്രത്യേകിച്ച് നമ്മളെന്നും ഓർക്കുന്ന എക്സ്പീരിയൻസ് എന്താണ്? അത് ഞാൻ നേരത്തെ ആദ്യം തന്നെ പറഞ്ഞിരുന്നില്ലേ, അതായത് നമ്മുടെ ഒരു റിലേറ്റീവിൻ്റെ വെഡ്ഡിങ് എടുക്കാനാണ് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛൻ്റെ അടുത്ത് ഞാൻ ക്യാമറ ചോദിക്കുന്നത്. അപ്പോൾ അച്ഛൻ എനിക്കൊരു ഫിലിം ക്യാമറയിലാണ് എടുക്കുന്നത്. ഫിലിം ക്യാമറ എനിക്ക് ലോഡ് ചെയ്ത് തന്നു, ഫിലിം അതിൽ ലോഡ് ചെയ്തിട്ട് എനിക്ക് തന്നു എന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. അങ്ങനെ നമ്മൾ ഫംഗ്ഷൻ എടുത്തു, കറക്റ്റായിട്ട് ഓടി നടന്ന് ചെക്കൻ പെണ്ണ് വരുന്ന സമയത്തൊക്കെ ഞാൻ ഓടുന്നു. ഞാനെന്ന് എനിക്ക് തോന്നുന്നു ചെറിയ എന്തോ ഒരു ഉടുപ്പം കണ്ടാണ് ഇട്ടിട്ടില്ലേ. എന്നിട്ട് ഓടിച്ചെന്ന് ഫോട്ടോ എടുക്കണോ, എല്ലാ സീനെല്ലാം കഴിഞ്ഞു. അച്ഛന് വൈകിട്ടായപ്പോൾ വർക്കെല്ലാം കഴിഞ്ഞു. ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്, ഒരു ഫുൾ വെഡിങ് ഞാൻ എടുത്തു എന്നൊക്കെയുള്ളൊരു സന്തോഷത്തിൽ അച്ഛന് ക്യാമറ കൊണ്ടുകൊടുത്തു. അഭിമാനം. യെസ്. അപ്പോൾ അതിനുശേഷം ഞാൻ അച്ഛൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, എൻ്റെ ഫിലിം വാഷ് ചെയ്തോ? അപ്പോൾ അച്ഛൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. അടുത്ത ദിവസം ചോദിക്കുന്നുണ്ട്. 3-4 ദിവസം കഴിഞ്ഞ് ഇപ്പോൾ സാധാരണ ഫോട്ടോഗ്രാഫേഴ്സ് ഡിലേ ആണെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ എനിക്കും ഈ ഫിലിം കയ്യിൽ തരുന്നില്ല, ഫോട്ടോസ് തരുന്നില്ല. കുറച്ച് ദിവസം ഞാൻ പിന്നാലെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് സംഗതി പിടിയിട്ടത്. സത്യത്തിൽ ആ ഫിലിം അതിലിട്ടിട്ടില്ല, ആ ക്യാമറയിൽ ഫിലിം ലോഡ് ചെയ്തിട്ടില്ല. അപ്പം അച്ഛൻ എന്നോട് പറഞ്ഞു, അന്നത്തെ ഒരു നമ്മുടെ സാമ്പത്തിക സ്ഥിതികൾ മോശമായിരുന്നതുകൊണ്ട് തന്നെ വെറുതെ ഒരു വേസ്റ്റ് ചെയ്തൊരു ഫിലിം കളയാന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. അപ്പം അച്ഛനോട് പറഞ്ഞത്, നീ ഫ്രെയിം ചെയ്താണ് ആദ്യം പഠിക്കേണ്ടത്. ഒരു ഫോട്ടോ എടുക്കണമെങ്കിൽ അതിൽ എത്ര പേരെ കൊള്ളിക്കണം, എത്ര പേര് ലെങ്ത് വേണം, അതിൻ്റെ റൂൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെനിക്ക് അച്ഛൻ പറഞ്ഞു തന്നിട്ട് പറഞ്ഞു, നീ ആദ്യം ഫ്രെയിം ചെയ്ത് പഠിക്കാൻ വേണ്ടി നിനക്കൊരു അവസരം ഞാൻ തന്നതാണ്. സത്യത്തിൽ അതിൽ ഫിലിം ഉണ്ടായിരുന്നില്ല. പറ്റിക്കപ്പെട്ടതിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. അന്ന് അങ്ങനെ പഠിച്ചതിന്റെ പേരിൽ നമുക്ക് വേണ്ടത് നമ്മളെ ഫ്രെയിം എങ്ങനെയായിരിക്കണം. ഇപ്പൊ ഒരു ബേബീനെ ആയിക്കോട്ടെ, നമ്മളിങ്ങനെ കിടത്തുമ്പോൾ ഏത് ആംഗിളിൽ, നോർമലി ഇപ്പൊ ഒരാൾക്ക് മൊബൈൽ എടുത്ത് എടുക്കാവുന്ന ഒരുപാട് ആംഗിൾസ് ഉണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ ക്യാമറ കൊണ്ട് ആരും കാണാത്ത ഒരു ആംഗിൾ ഏതാണ്, ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലാണ് ആ കുഞ്ഞിനെ ഏറ്റവും ഭംഗിയായിട്ട് കാണാമെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്രെയിംസ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ആദ്യം നമ്മുടെ മനസ്സിലാണ്. അപ്പോൾ ആ ഫോട്ടോ ആണോ ഞാൻ ഉദ്ദേശിച്ച ഈ ഫ്രെയിമിൽ പതിഞ്ഞിട്ടുള്ളത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ കിട്ടുന്നത് എന്തോ അത് ഇത് മതി എന്ന് ഞാൻ ചിന്തിക്കാറില്ല. എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ്. എൻ്റെ മനസ്സിലുണ്ടാവും ഇന്ന പിക്കാണ് വേണ്ടത്. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ട് ആ പിക്ക് കിട്ടിയോ എന്നാണ് ക്ലിക്കിന് ശേഷം ഞാൻ നോക്കുക. അപ്പോൾ ഇതാണ് എൻ്റെ ആദ്യത്തെ ഒരു അനുഭവം. അച്ഛൻ പറ്റിച്ചു. ഇപ്പോൾ ഈ സ്റ്റുഡിയോ തുടങ്ങിയല്ലോ, ഇപ്പോൾ ഒരു സ്റ്റുഡിയോ തുടങ്ങി, അത് വളരെ അപൂർവമായിട്ട് കാണുന്നൊരു രീതിയാണ്. കാരണം നവജാത ശിശുക്കളുടെ ഒരു ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നത് അതിനൊരു സ്റ്റുഡിയോ, ഫോട്ടോ എടുക്കുന്ന ആളുകളുണ്ടാവും, പക്ഷെ അങ്ങനെ ഒരു സ്റ്റുഡിയോ തുടങ്ങി. അതെന്ത് ധൈര്യത്തിൽ അങ്ങനെ ഒരു സ്റ്റുഡിയോ തുടങ്ങി? ഇപ്പം എനിക്ക് തോന്നുന്നു 1.5 വർഷത്തോളമായി നമ്മളത് സ്റ്റാർട്ട് ചെയ്തിട്ട്. ധൈര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോഴും ഒരു പഴയൊരു രീതി ഫോളോ ചെയ്യാൻ ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. ഈവൺ ഒരു ഡ്രസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും എന്താണ് ഒരു യുണീക്കായിട്ടൊരു സ്റ്റൈല് നല്ലതെന്നുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ. അപ്പം അതുകൊണ്ട് തന്നെ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി എനിക്ക് തോന്നുന്നു 10-15 വർഷത്തോളം കൂടുതൽ ഞാനത് ചെയ്തു കഴിഞ്ഞു. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇനി ആ ഒരു ഫീൽഡിൽ നിന്ന് മാറി വ്യത്യസ്തമായിട്ട് എന്താ ചെയ്യാൻ പറ്റാന്ന് നോക്കുമ്പോൾ ഒരു 1000 ഫോട്ടോഗ്രാഫേഴ്സ് ചെയ്യുന്ന ഒരേ രീതി തന്നെയാണ് ഞാനും ഫോളോ ചെയ്യുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് 100 പേര് അല്ലെങ്കിൽ 5 പേര് 10 പേര് 5 പേര് അല്ലെങ്കിൽ 3 പേര് അതിനുള്ളിൽ
എന്താണ് എനിക്ക് സ്പെഷ്യൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത്, അതിനാണ് അവിടെ ആവശ്യക്കാരുണ്ടാവുക. യെസ്, അതെ, ഒന്നാമതെത്തണം, അത്ര തന്നെ. അപ്പോൾ യൂണീക്കായിട്ട് എന്താണെന്നുള്ളത് ഇപ്പം ഞാൻ ഈ ബേബി ഷൂട്ട് ചെയ്തു തുടങ്ങിയപ്പോഴാണ് അതിനൊരുപാട് ആവശ്യക്കാരുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കണം. അപ്പോൾ അല്ലെങ്കിൽ അതിന് ഇഷ്ടപ്പെടുന്നവരുണ്ട്, അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അതൊക്കെ ഞാൻ ആ ഫീൽഡിലേക്ക് ഒന്ന് ഇറങ്ങാൻ ശ്രമിച്ചു. പക്ഷെ അതൊട്ടും മോശമായിരുന്നില്ല. പിന്നെ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ വലിയൊരു റിസ്ക് ആയിരുന്നു അത്. എനിക്ക് തോന്നുന്നു ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തൃശ്ശൂർ ജില്ലയിൽ ഇതുപോലെ ന്യൂ ബോൺ ഷൂട്ടിന് വേണ്ടിയിട്ട് മാത്രമായിട്ട്, കിഡ്സിന് വേണ്ടി മാത്രമായിട്ട് അങ്ങനെ ഒരു യൂണിക് സ്റ്റുഡിയോ ഇല്ല. അപ്പോൾ അങ്ങനെയാണ് ആദ്യമായിട്ട് തൃശ്ശൂർ ജില്ലയിൽ എനിക്ക് തോന്നുന്നു എറണാകുളത്ത് 1-2 ഉണ്ടായിരുന്നു. അപ്പം ആദ്യമായിട്ട് തൃശ്ശൂർ ജില്ലയിൽ ഇങ്ങനെ ഒരു ആശയം കൊണ്ടുവരുന്നത് നമ്മളാണ്. അപ്പോൾ അത് ഒരുപാട് പേര് ചോദിച്ചു, കുട്ടികൾക്ക് മാത്രമായിട്ട് ഇത്രയും ഷൂട്ടൊക്കെ എടുക്കാനായിട്ട് ആളുകൾ വരുമോ, വന്ന് പോവോ എന്നൊക്കെയാണ് ചോദിച്ചത്. പക്ഷേ ഷൂട്ട് എടുത്ത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരുപാട് പേര് അതിന് ഇഷ്ടപ്പെടുന്നുണ്ട്. മറയൂർ കാന്തല്ലൂർ ഭാഗമല്ലേ, അവിടെ നിന്ന് വരെ ഈ ചാലക്കുടിയിലുള്ള എൻ്റെ സ്റ്റുഡിയോയിലേക്ക് ഫോട്ടോഷൂട്ട് എടുക്കാൻ വേണ്ടി വന്നിട്ട് 450-490 കിലോമീറ്റർ വണ്ടി ഓടിച്ച് ഇവിടെ വന്നു. ഇവർ ലൊക്കേഷൻ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നില്ല, ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഷൂട്ട് കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്ത് ഞങ്ങൾക്ക് ഇനി 10-400 കിലോ, ഞാനിങ്ങനെ എവിടെ നിന്നാണ് നിങ്ങൾ വരണേന്ന് ചോദിച്ചു. ഞാൻ ഞെട്ടിപ്പോയി. കാരണം ആ അത്ര മറയൂർ കാന്തല്ലൂർ ഭാഗത്തുനിന്ന് പാലക്കാട് നിന്ന് ഒക്കെ ഡ്രൈവ് ചെയ്ത് ഇവിടെ വന്ന് ഷൂട്ട് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഓക്കെ നമ്മളെ ആവശ്യക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ അതിനെ നല്ല രീതിയിൽ ജനങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചാൽ അത് വിജയമാകും എന്നുള്ളൊരു കാര്യം എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. ഇപ്പോൾ പിന്നെ ഈ കുട്ടികളുടെ ഫോട്ടോ ഇട്ടിട്ട് ഇപ്പോൾ ഗർഭിണികളുടെ ഉൾപ്പെടുന്നത് തന്നെയാണ്. അതായത് ഇപ്പോൾ ന്യൂ ബോൺ എന്ന് പറയുമ്പോൾ ഇതൊരു ചെയിനാണ്. ബേബി ഉണ്ടാവുന്നു, അതിനൊപ്പം തന്നെ ഒരു നെയിമിംഗ് സെറമണി അല്ലെങ്കിൽ ബാപ്റ്റിസം, ക്രാഡിൽ സെറമണി നടക്കുന്നു. അതിനുശേഷം ഇപ്പോൾ അങ്ങനെ അവരുടെ ഫസ്റ്റ് ഇയർ ബർത്ത്ഡേ, സെക്കൻഡ് ഇയർ ബർത്ത്ഡേ, അങ്ങനെ അതൊരു ചെയിനാണ്. ഒരിക്കലും എന്നെ വന്ന ഒരു ഷൂട്ട് എടുത്ത ആളുകൾ പിന്നെ അതിൽ നിന്ന് പോകുന്നില്ല. അപ്പം ഞാനിത് ഞാൻ പറഞ്ഞു 4 വർഷത്തോളമായി നമ്മൾ ചെയ്തു വരുന്നത്. അപ്പം അന്ന് നമ്മൾ ന്യൂ ബോൺ ഷൂട്ട് എടുത്ത കുട്ടികളൊക്കെ 1 ഇയർ ബേബീസ് ആയപ്പോൾ അന്ന് മുതൽ അവർ ചോദിക്കുന്നുണ്ട്, ചേച്ചി നമ്മൾ വീട്ടിൽ നമുക്കൊരു 1 ഇയർ ബേബി കുറച്ചുകൂടി സ്പേസ് വേണ്ട കാര്യമാണ്. അപ്പോൾ നമുക്ക് സ്റ്റുഡിയോയുടെ ബാക്ക് ഡ്രോപ്പിലൊക്കെ ഇരുത്തിയിട്ട് ഷൂട്ട് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഇങ്ങോട്ട് ചോദിക്കുകയാണ്. അപ്പോൾ ഒരു സ്പേസ് അനിവാര്യമായി വന്നൊരു സാഹചര്യം കൂടി ഉണ്ട് അവിടെ. അപ്പം അതുകൊണ്ടാണ് ക്ലയൻസ് വരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് സ്റ്റുഡിയോ വേണം എന്നുള്ളൊരാശയം. പിന്നെ ഇത് ഇന്നല്ല, പണ്ട് മുതലുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് മൈ ഓൺ സ്പേസ്. അതെനിക്ക് വേണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹം തന്നെയായിരുന്നു. സാഹചര്യങ്ങൾ ഒത്തു വന്നപ്പോൾ അതങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. സ്പേസ് ഒന്ന് വിപുലീകരിക്കണം എന്നൊക്കെയുള്ള തോന്നലാണ്. ഉണ്ട്, ഒരുപാടുണ്ട്. അത് ഞാൻ പിന്നീട് അടുത്ത ഇന്റർവ്യൂവിൽ പറയുന്നതായിരിക്കും. വലിയ വലിയ ഡ്രീംസ് തന്നെയാണുള്ളത്. എപ്പോഴും നമ്മുടെ കേരളത്തിലെ ടോപ്പ് ബ്രാൻഡായിട്ട് ഹേ ബേബി മാറണം, അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അപ്പം അതിലേക്കുള്ള ഒരു സ്റ്റാർട്ടിങ് സ്റ്റെപ്സ് വെച്ചിട്ടേ ഉള്ളൂ നമ്മൾ. അല്ല, ഇത് ആ ബേബിയിൽ നിന്ന് തുടങ്ങി പിന്നെ വീണ്ടും അതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാവുകയാണ്. ഫോട്ടോഗ്രാഫിയിൽ തന്നെ ഒരു തുടർച്ച ഉണ്ടാവുണ്ടല്ലോ. ആ കുട്ടി അടുത്ത ഓരോ സ്റ്റെപ്പ് പോകുമ്പോഴും അതിന്റെ ഫോട്ടോസ് എടുക്കാനും അതൊരു വിവാഹത്തിലേക്ക് എത്തും. അതായത് ആദ്യം ഒരു ഷൂട്ട്, ഇപ്പൊ പ്രഗ്നൻസി പീരീഡിൽ വന്ന് ഷൂട്ട് എടുക്കുന്നവർ നമ്മളോട് ചോദിക്കും എങ്ങനെയാണ് പാക്കേജ്, എന്താ എങ്ങനെയാന്നൊക്കെ. അത് കഴിഞ്ഞാൽ ചേച്ചി ഞങ്ങൾക്ക് ന്യൂ ബോൺ ഷൂട്ട് വേണേ, എന്ന ഡേറ്റ്, ഇത്രേ പറയുന്നുള്ളൂ. ഈ പ്രഗ്നൻസി പീരീഡിൽ ഇപ്പോൾ ഫോട്ടോ ഇപ്പൊ കൂടുതലായി തുടങ്ങി അല്ലേ? അപ്പൊ അവരും സ്റ്റുഡിയോയിൽ വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഉണ്ട്. അതായത് ന്യൂ ബോൺ ഷൂട്ടുകൾ നമ്മൾ സ്റ്റുഡിയോയിൽ വന്ന് എടുക്കൽ വളരെ കുറവായിരുന്നു. പക്ഷെ ഇപ്പോൾ ക്ലയൻസ് ഇങ്ങോട്ട് വരാൻ തയ്യാറാണ്. ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നാൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു ഔട്ടിങ്ങിനൊക്കെ കൊണ്ടുപോയി അവരെ ഹാപ്പി ആക്കുന്ന ഒരു കപ്പിൾസാണ് ഇന്ന് ലൈഫ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മെറ്റേണിറ്റി പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഏതാണ്ട് ഒരു 7 മാസം മുതൽ 8-9 ഒരു സ്റ്റാർട്ടിങ് വരെ നമുക്ക് ഈ ഫോട്ടോഷൂട്ട് ചെയ്യുന്നതാണ്, മെറ്റേണിറ്റി ഷൂട്ട് ചെയ്യുന്നതാണ്. അപ്പം ഈ ഒരു സമയത്ത് ആക്ച്വലി ഇത് ചെയ്യുന്നത് തന്നെ അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. അതായത് നമുക്കറിയാം നമ്മുടെ ഒരു ബോഡി ഷേപ്പൊക്കെ കളഞ്ഞ് നമ്മൾ ആ കുഞ്ഞിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡി കംപ്ലീറ്റ്ലി ചേഞ്ച് വന്നിട്ട് അവരവരുടെ ഒരു കോൺഫിഡൻസ് എവിടേക്കോ കുറഞ്ഞിരിക്കുന്ന ഒരു സമയമായിരിക്കും. അപ്പോൾ ആ സമയത്ത് ആ ബേബി ബമ്പിനെ ഏറ്റവും മനോഹരമാക്കിക്കൊണ്ട് അവരെ ഹാപ്പി ആക്കുന്ന, അവരെ വീണ്ടും ഒരു ക്യൂനായിട്ട് നമുക്ക് ആ ഒരു പിക്ചറൈസേഷൻ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് വലിയ സന്തോഷമാണ്. ആ പിക്ചർ കാണുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷമൊക്കെയാണ് ആ ഫാമിലി ആക്ച്വലി. ഇത്തരത്തിലുള്ള ഒരു ഫോട്ടോഗ്രാഫി അത് മനസ്സിൽ ഇപ്പൊ ഭരിത മനസ്സിൽ കണ്ടു തുടങ്ങിയിട്ട് എത്ര കാലമായിട്ടുണ്ടാവും? ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു 5 വർഷത്തോളമായി ഉണ്ടാവും. ഒരു ഇത് മനസ്സിൽ വന്നു, അതിന് ശേഷമാണ് ഞാൻ പതുക്കെ എക്സ്പീരിയൻസ് ചെയ്ത് തുടങ്ങിയത്, ഓരോ ഷൂട്ടുകൾ എടുത്ത് തുടങ്ങി. അപ്പോൾ ന്യൂ ബോൺ അല്ല നമ്മൾ ആദ്യം ചെയ്യുന്നത്, 1 ഇയർ ഷൂട്ടും അല്ലെങ്കിൽ 6 മന്ത് ബേബീനൊക്കെയാണ്. കാരണം ഒറ്റയടിക്ക് ഒരു കുഞ്ഞിനെ നേരെ പോയി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടപ്പെട്ട 1-2 പേരുടെ ബേബികളെ നമ്മൾ കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കൃത്യമായിട്ട് അവരുടെ അമ്മമാരെക്കാൾ കൂടുതൽ നന്നായി എങ്ങനെ അവരെ എന്നോട് പലപ്പോഴും പറയാറുണ്ട്, ചേച്ചി ഇന്ന് ചേച്ചി പോകണ്ട, ഇവിടെ നിന്നോ, ഇന്നൊരു ദിവസം ഞങ്ങൾ ഉറങ്ങട്ടെ എന്നൊക്കെ. അതായത് നമ്മൾ സിമ്പിൾ ടെക്നിക്സിൽ കരഞ്ഞുകൊണ്ടിരിക്കണ ഭാവയാണെങ്കിലും ചിലപ്പോൾ നമ്മളൊന്ന് കൈ അത് നമ്മളങ്ങനെ പറയില്ല, നമ്മുടെ ട്രേഡ് സീക്രട്സ് ആണ്. അല്ല, നമുക്കത് പുറത്തൊക്കെ ഒരുപാട് കോഴ്സുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ഓൺലൈൻ കോഴ്സുകളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ക്ലാസ്സുകൾ പോലെ നമുക്കത് പഠിച്ചെടുക്കാം.
നമ്മളിരുന്ന് സമയം കണ്ടെത്തണം. അതിപ്പോൾ നമ്മൾ മറ്റു ജോലികൾ ചെയ്യുന്നതിൻ്റെ ഇടയിലാണെങ്കിലും അതിപ്പോൾ നമ്മൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് പേയ്മെൻറ്റൊക്കെ വലിയ പേയ്മെൻറ്റാണ് അത് പുറത്തുനിന്ന് ഓൺലൈൻ കോഴ്സുകളൊക്കെ ചെയ്യുന്നത്. പക്ഷെ എന്നാൽ കൂടി എങ്ങനെയാണ് കുട്ടികളെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ള ആ ടെക്നിക്സ് നമ്മൾ പഠിക്കണം. പഠിക്കാതെ നേരിട്ടൊരു കുഞ്ഞിനെ ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഒട്ടും പോസിബിൾ അല്ല അത്. അപ്പോൾ അങ്ങനെയാണ് നമ്മളതിലേക്ക് വന്നത് തന്നെ. ഇനിയിപ്പോൾ അടുത്തൊരു സ്റ്റെപ്പിൽ പ്രതീക്ഷിക്കുന്നത് ഇനിയിപ്പോൾ ഈ 5 വർഷം മുമ്പ് പ്രതീക്ഷിച്ച ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ. ഇനിയിപ്പോൾ അങ്ങനെ അത്തരത്തിൽ എന്തെങ്കിലും ഒരു ഡ്രീം ഡ്രീം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുക ഒരു കാര്യം എന്താണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ വരണം എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെയായിരിക്കും ദൈവം നമുക്ക് കൊണ്ടുതരാം. അത് നമ്മുടെ എഫേർട്ടാണ്. നമ്മളെ ടൈമും നമ്മുടെ എഫേർട്ടും എത്രത്തോളം നമ്മൾ അതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നോ അതിനനുസരിച്ചുള്ള റിസൾട്ട് ഉണ്ടാവും. ഇപ്പം ഞാൻ എൻ്റെ ഒരു സ്റ്റുഡിയോ സ്പേസ് എന്ന് പറഞ്ഞാൽ നോർമലി ഒരു സ്റ്റുഡിയോയിൽ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ ഒരു സ്പേസ്, അത് കഴിഞ്ഞ് ഷൂട്ട് എടുക്കാൻ വേറൊരു സ്പേസ്, അങ്ങനെയാണല്ലോ, കവേർഡ് ആയിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ച് അതായിരുന്നില്ല എൻ്റെ കൺസെപ്റ്റ്. ഞാൻ നേരത്തെ കൂട്ടി ഒരു സെർച്ച് ചെയ്തു എങ്ങനെയാണ് പുറത്ത് സൈഡിൽ സ്റ്റുഡിയോസ് എങ്ങനെയാണെന്ന്. അപ്പോൾ അത് കണ്ടതിന് ശേഷം അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ എടുത്തു. അതിന് ഞാനൊന്ന് വർക്ക് ചെയ്ത് അതെൻ്റെ ഫോണിൻ്റെ വാൾപേപ്പറായിട്ട് ഇട്ടു. ആ ഒരു ഡേറ്റിൽ കഴിഞ്ഞ നവംബർ 13 ഞാൻ എൻ്റെ വാൾപേപ്പറായിട്ട് ഇട്ടപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നു നെക്സ്റ്റ് നവംബർ 13 എൻ്റെ സ്റ്റുഡിയോൻ്റെ ഉദ്ഘാടനമായിരിക്കും. അത് വെൽ പ്ലാൻഡ് ആയിരുന്നു. എൻ്റെ ബർത്ത്ഡേയും കൂടിയാണ് നവംബർ 13. അപ്പോൾ ആ ഡേറ്റിൽ തന്നെ സ്റ്റുഡിയോൻ്റെ ഇനാഗ്രേഷൻ വരണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അന്ന് മുതൽ എൻ്റെ സിസ്റ്റത്തിൻ്റെ വാൾപേപ്പറും എൻ്റെ മൊബൈലിൻ്റെ വാൾപേപ്പറും സെയിം തന്നെയായിരുന്നു. ഫൈനലി ആ നവംബർ 13 ഇനാഗ്രേഷൻ കഴിഞ്ഞപ്പോൾ എൻ്റെ അതേ സ്റ്റുഡിയോ തന്നെയാണ് ഞാനിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാണ് നമ്മളതൊരു മനസ്സിലാഗ്രഹം വെച്ച് നടക്കുമ്പോൾ നമ്മളത് എത്തിച്ചേരും. പക്ഷെ അതിന് വേണ്ടിയുള്ള ടൈമും എഫേർട്ടും കൂടെ നമ്മൾ ഇടണമെന്ന് മാത്രം. എന്തായാലും ഒരു മനസ്സിലൊരു പ്ലാൻ ഉണ്ടാക്കുക, അത് വളരെ നന്നായി തന്നെ പ്ലാൻ ചെയ്യുക, അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. അതെന്തായാലും നല്ലൊരു മെസ്സേജ് കൂടിയാണ്. എന്തായാലും ഇങ്ങനെ ഈ തിരക്കിനിടയിലും ഈ ഒരുപാട് ഫോട്ടോഗ്രാഫി, പ്രത്യേകിച്ച് ഓണക്കാലമാണ്, ഒരുപാട് തിരക്കൊക്കെ ഉള്ളൊരു സമയമാണ്. ആ തിരക്കിനിടയിലും ഇങ്ങനൊരു ഞാൻ ഇൻ്റർവ്യൂവിന് വിളിച്ചപ്പോൾ തന്നെ വേണോ എന്ന് ചോദിച്ച്, പക്ഷേ എനിക്കത് വേണമെന്ന് തോന്നിയതിൻ്റെ പേരിലാണ് ഞാൻ ഭരിതയുടെ അടുത്ത് വന്നിരിക്കുന്നത്. എന്തായാലും ഇത്രയും ഒരു സമയം ചെലവഴിച്ച് ഇൻ്റർവ്യൂവിന് ഇത് വളരെ ഭംഗിയായി നമ്മൾ പരസ്പരം ഒന്ന് വെറുതെ സംസാരിച്ചിരിക്കുക എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞത്. അതേപോലെ തന്നെ ആ എക്സ്പീരിയൻസുകളൊക്കെ ഷെയർ ചെയ്തതിന് വളരെ നന്ദി. താങ്ക് യു സോ മച്ച്. എനിക്കും ഇത്രയും കാര്യങ്ങൾ വളരെ സൗഹൃദമുള്ള രാജുവിനോട് ഇരുന്ന് സംസാരിക്കാൻ കഴിഞ്ഞാലും ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്.